കുവൈത്ത് ദുരന്തം, മരണം 50ആയി. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 50ആയെന്ന് കുവൈത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടിയാണ് മരിച്ചത്. മരിച്ചയാളുടെ പേര് വിവരം പുറത്തു വന്നിട്ടില്ല. ആളെ തിരിച്ചറിയുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം ഇന്ത്യക്കാരുടെ 45 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വിമാനം അല്പസമയങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ എത്തിച്ചേർന്നു. വിദേശകാര്യ സഹമന്ത്രി ഉൾപ്പെടെ വിമാനത്തിലുണ്ട്. തമിഴ്നാട് സർക്കാർ അയച്ച ആംബുലൻസുകൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ 31 മൃതദേഹങ്ങൾ ഇറക്കുമെന്നാണ് വിവരം. 23 മലയാളികളുടെയും 7 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമാണ് കൊച്ചിയിൽ ഇറക്കുന്നത്. ബാക്കി 14 മൃതദേഹങ്ങളുമായി വിമാനം ദില്ലിയിലേക്ക് പോകുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. 31 മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ടേബിളിലും മരിച്ചവരുടെ ഫോട്ടോയും പേരും ഉൾപ്പെടെ ഉണ്ടാവും. കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ആവശ്യമെങ്കിൽ ആംബുലൻസുകൾ വിട്ടുകൊടുക്കുവാനുള്ള സംവിധാനവും നോർക്ക ഒരുക്കിയിട്ടുണ്ട്. കേരള അതിർത്തി വരെ അനുഗമിക്കുവാൻ അകമ്പടി വാഹനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. റോഡ് മാർഗമായിരിക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ദില്ലിയിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് പൊതുദർശനമുണ്ടാകും. തുടർന്ന് ആംബുലൻസുകളിൽ മരിച്ചവരുടെ വീടുകളിൽ മൃതദേഹങ്ങൾ എത്തിക്കും. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും വിമാനത്താവളത്തിൽ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. കുവൈത്തിലെ ലേബർ ക്യാമ്പിലുണ്ടായ ദുരന്തത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 2 പേർ റിമാൻഡിലായതായി കുവൈത്ത് വാർത്താ ഏജൻസി അറിയിച്ചു. ഒരു കുവൈത്ത് പൗരനും ഒരു വിദേശ പൗരനുമാണ് റിമാൻഡിലായിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. കൂട്ടമരണത്തിന് കാരണമായ ചട്ടലംഘനങ്ങളുടെ പേരിലാണ് നടപടി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.